Hi students, hope you are all fine at home. Okay, let us see how to prepare a heat balance sheet. It's very simple. So, first of all, what is a heat balance sheet? It is just simply an account of how heat is being supplied into a system, specifically an engine, and how this heat is being utilized. ഓക്കെ അപ്പോൾ നമുക്ക് ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ്, എന്തൊക്കെയാണ് ഡെബിറ്റ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ് us ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് ബാങ്ക് പാസ്ബുക്ക്. ബാങ്കിലെ പാസ്ബുക്ക് എടുക്കുമ്പോൾ ബാങ്കിലെ പാസ്ബുക്കിനകത്ത് എന്തൊക്കെയാണുള്ളത്? ക്രെഡിറ്റും ഡെബിറ്റുമാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് മണി വി ആർ ഡെപ്പോസിറ്റിംഗ് ഇൻ ആൻ അക്കൗണ്ട്, ആൻഡ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ദിസ് മണി ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. സിമിലർ കൺസെപ്റ്റാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റിനകത്തുള്ളത്. ഹീറ്റ് ബാലൻസ് ഷീറ്റിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഹീറ്റ് നമ്മൾ എഞ്ചിനിലോട്ട് സപ്ലൈ ചെയ്യുന്നു, ആ ഹീറ്റ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഹൗ ദിസ് ഹീറ്റ് ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. ഇതാണ് അതിൻ്റെ അക്കൗണ്ടിനെ, ആ അക്കൗണ്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. നമുക്ക് ആ ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. സോ ലെറ്റ് us see how this heat supplied to the engine is being utilized. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളാണ്, ഫസ്റ്റ് ബിഗിനിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്താണ് വിളിച്ചത്? ഹീറ്റ് സപ്ലൈഡ് ടു ദി എൻജിൻ. അത് വേറൊന്നുമല്ല, എന്താണ്? കമ്പഷൻ, ഫ്യൂവൽ കമ്പഷനിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. IC എഞ്ചിനകത്ത് ഫ്യൂവൽ കമ്പഷനിൽ നിന്ന് കിട്ടുന്ന എനർജി അതെന്താണ്? MF ഇൻറ്റു CV, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ ചെയ്യുമ്പോൾ, ഒരു ഫ്യൂവൽ കമ്പഷൻ നടക്കുമ്പോൾ ആ ഫ്യൂവൽ എന്തുമാത്രം എനർജി എൻജിനിലോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എൻജിനിലോട്ട് കൊടുക്കുന്നത് ആ ഹീറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഡെബിറ്റ്. So we'll see how this heat is being utilized for various purposes. So in order to check that, we have to see how this MF into CV, അതായത് ഈ ഫ്യൂവൽ കമ്പഷനിൽ നിന്ന് കിട്ടുന്ന എനർജി എങ്ങനെ സ്പ്ലിറ്റപ്പ് ആയി പോകുന്നു നോക്കാം. അത് ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ എൻജിനിലെ പിസ്റ്റണിലോട്ട് കൊടുക്കും. അപ്പോൾ പിസ്റ്റണിലോട്ട് കിടക്കുന്ന മാക്സിമം എനർജിയാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ബാക്കി എനർജിയോടെ പോവും, ഹീറ്റ് ലോസ് ഉണ്ടാവും. ഹീറ്റ് ലോസ് ടു കൂളൻസ്, റേഡിയേഷൻ, കൺവെൻഷൻ, അങ്ങനെയുള്ള ഹീറ്റ് ലോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറും ഹീറ്റ് ലോസ് ടു കൂളൻസ്, റേഡിയേഷൻസ്, കൺവെക്ഷൻ അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് ലോസസ്, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഹീറ്റ് യൂട്ടിലൈസേഷൻ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസിലുള്ള ഡെബിറ്റാണ്. ഡെബിറ്റ് എങ്ങനെയാണ് യൂട്ടിലൈസ്ഡ് ആയി പോയെന്നുള്ളതാണ്. ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസിലുള്ള ഡെബിറ്റ് എങ്ങനെ എഴുതാം? അല്ലേ? ഇനി ചിലപ്പോൾ നമുക്ക് ഡെബിറ്റ് സെക്ഷൻ എഴുതേണ്ടത് ബ്രേക്ക് പവറിൻ്റെ ടേംസിലായിരിക്കും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നോക്കണം എങ്ങനെയാണ് ബ്രേക്ക് പവർ യൂട്ടിലൈസ്ഡ് ആവുക. അതായത് ഈ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹീറ്റ് അല്ലെങ്കിൽ എനർജി അവൈലബിൾ ടു റൺ ദ പിസ്റ്റൺ ആണ്. ടോട്ടൽ എനർജി അവൈലബിൾ ടു റൺ ദ പിസ്റ്റൺ ആണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. സോ ഈ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻഡിക്കേറ്റഡ് പവർ കിട്ടുന്ന മൊത്തം എനർജി നമുക്ക് ഔട്ട്സൈഡ് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഒരുപാട് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞ എനർജി എന്ന് പറയുന്നത് കുറേ ബ്രേക്ക് പവർ, അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ റിസൾട്ടൻ്റായിട്ട് കിട്ടുന്ന എനർജിയാണ് ബ്രേക്ക് പവർ. പിന്നെ ബാക്കി എന്താണ്? ഫ്രിക്ഷൻ ലോസ് ആയിട്ട് കുറേ വേസ്റ്റ് ആയി പോകും. അപ്പോൾ വെൻ യു ആർ പ്രിപ്പയറിംഗ് എ ഹീറ്റ് ബാലൻസ് ഷീറ്റ്, ക്രെഡിറ്റ് സെക്ഷൻ വിൽ ഓൾവേസ് ബി സെയിം, ദറ്റ് ഈസ് എനർജി ഫ്രം ഫ്യൂൽ കമ്പൻഷൻ ആണ്, MF ഇൻറ്റു CV ആണ്. പക്ഷേ ഡെബിറ്റ് സെക്ഷൻ നമുക്ക് ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ബ്രേക്ക് പവറിൻ്റെ ടേംസിൽ എഴുതാം. ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസ് എഴുതാണെങ്കിൽ എന്താണ്? ഇൻഡിക്കേറ്റഡ് പവറും ഹീറ്റ് ലോസ് ടു കൺവെക്ഷൻ, റേഡിയേഷൻ, അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസസ്, കലോറിമീറ്റർ, അങ്ങനെ കുറേ ലോസ് എഴുതും. ഇപ്പോൾ ബ്രേക്ക് പവർ ടേംസിൽ എഴുതണമെങ്കിൽ എന്ത് പറ്റും? ബ്രേക്ക് പവർ ഉണ്ട്, ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്, ഇത് രണ്ടും ആകുമ്പോൾ ഇൻഡിക്കേറ്റഡ് പവറായി. പിന്നെ നമുക്ക് ഇതും കൂടെ കമ്പൈൻ ചെയ്യണം. ഇപ്പോൾ എന്താവും? ബ്രേക്ക് പവറിൻ്റെ ടേംസിലുള്ള ഡെബിറ്റ് ആവും.
അപ്പോൾ ഒന്നെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവറും ഹീറ്റ് ലോസ് ടു കൂൾ ആൻഡ് റേഡിയേഷൻ അങ്ങനെ സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ ലോസ്, ബാക്കി ലോസ് എല്ലാം തിരിച്ചെഴുതുക. ഇൻ ഇഫക്റ്റ് ഈ ഹീറ്റ് ബാലൻസ് ഷീറ്റ് എഴുതുന്നത് വേറെ ഒന്നുമല്ല, ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുന്നത്. അതായത് യൂട്ടിലൈസ് ചെയ്ത എനർജിയും സപ്ലൈ ചെയ്ത എനർജിയും ഒരേ ശതമാനമാണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ ആ ഷീറ്റ് ഹീറ്റ് ബാലൻസ് ഷീറ്റായി. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സി, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ലൈക്ക് ടോട്ടൽ ഫ്യൂൽ കമ്പഷൻ എനർജി എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ആ 100 യൂണിറ്റ്സിൽ 60 ഉപയോഗിച്ച് 60 നമുക്ക് പിസ്റ്റണിൽ കിട്ടിയുള്ളൂ, ബാക്കി 40 വേസ്റ്റായിപ്പോയി, 40 യൂണിറ്റ്സ് വേസ്റ്റായിപ്പോയി. ഹീറ്റ് ലോസ് ടു കൺവെക്ഷൻ, കൂളൻ്റ്, റേഡിയേഷൻ അങ്ങനെ പോയി. ആ 60ൽ ചിലപ്പോൾ എനിക്കൊരു 40 ബ്രേക്ക് പവർ കിട്ടി, ബാക്കി 20 ഫ്രിക്ഷൻ ലോസ് ആയിട്ട് പോയി. അപ്പോൾ ഞാൻ ഹീറ്റ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഹീറ്റ് ബാലൻസിൻ്റെ ക്രെഡിറ്റിൽ എന്തെഴുതും? ക്രെഡിറ്റിലേക്ക് 100 യൂണിറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഡെബിറ്റിൽ എന്തുണ്ടായി? IP ടേംസിൽ 60 പോയി, ഹീറ്റ് ലോസിൻ്റെ 40 പോയി. ഇതാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ടോട്ടൽ നോക്കുമ്പോൾ രണ്ട് സൈഡിലും സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ നമുക്കപ്പോൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. ഒരു ടാബ്ലർ കോളം വരയ്ക്കുക. നിങ്ങൾക്ക് ഇൻഡിക്കേറ്റഡ് പവറും ഈ ലോസസ് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഫോമുലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു ടേബിൾ എങ്ങനെയാണ്, ടാബ്ലർ കോളം എങ്ങനെയാണ് നോക്കാം. സോ ഫസ്റ്റ് ഇതാണ് ക്രെഡിറ്റ്, ഇതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് സപ്ലൈ ടു ദി സിസ്റ്റമാണ്. സോ അത് നമുക്ക് 3 സെപ്പറേറ്റ് കോളമായിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് ആണ്. പിന്നെ ഈ ക്രെഡിറ്റ് ഡെബിറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബാലൻസ് ഷീറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം. പ്രിഫറബിളി കിലോ ജൂൾസ് പെർ ഹവർ, അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ മിനിറ്റ്സ്, അല്ലെങ്കിൽ കിലോ ജൂൾസ് പെർ സെക്കൻഡിലായിരിക്കണം. വേറെ ഒന്നും യൂണിറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കിലോ ജൂൾസ് പെർ അവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിലോ ജൂൾസ് പെർ അവർ ആയിരിക്കണം ക്രെഡിറ്റിനകത്തും ഡെബിറ്റിനകത്തുള്ള എല്ലാ ടേംസിനും യൂണിറ്റ്സ്. സോ ഫോർ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് കിലോ ജൂൾസ് പെർ അവർ. ഇനി പെർസെൻറ്റേജ് ആണല്ലോ. ഈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹീറ്റ് സപ്ലൈഡേ ഉള്ളൂ. ദറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജി ഫ്രം ഫ്യൂവൽ കൺസംഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? MF ഇൻറ്റു CV ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾസ് പെർ അവർ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ എടുത്ത എക്സാമ്പിൾ എടുക്കാം. 100 കിലോ ജൂൾസ് പെർ അവർ ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എൻജിനിലോട്ട് കിട്ടിയത്. ഇപ്പോൾ 100. അപ്പോൾ ഒരു ടേമേ അതിനകത്തുള്ളൂ. സോ എന്താണ്? ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് 100 കിലോ, മൊത്തം 100% ആണ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ടോട്ടൽ എഴുതുന്നത് ടോട്ടൽ 100%. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റ് സൈഡ്. ഇനി ഡെബിറ്റ് സൈഡ് എഴുതാൻ പോവാണ്. ഡെബിറ്റ് സൈഡ് എഴുതുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഓക്കെ, ഇവിടെ ഹീറ്റ് സപ്ലൈഡ് ആണ്. സോ വാട്ട് വിൽ ബി ഇൻ ഡെബിറ്റ് സൈഡ്? ഹീറ്റ് യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഹീറ്റ് എക്സ്പെൻഡിച്ചർ. എങ്ങനെയൊക്കെയാണ് ഹീറ്റ് എക്സ്പെൻഡിച്ചർ നടക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പിസ്റ്റണിലോട്ട് കിട്ടുന്ന എനർജിയാണ്. അതെന്താണ്? ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ അല്ലേ? സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവർ കഴിഞ്ഞ് ബാക്കി എവിടെ പോവും? ലോസസ്. എന്തൊക്കെ ലോസ് ആണുള്ളത്? ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ. അതായത് നമ്മുടെ എൻജിനകത്ത് കൂളൻസ് ഉണ്ടാകും. ആ കൂളൻസ് എടുത്തുകൊണ്ട് പോകുന്ന ഹീറ്റ്. അപ്പോൾ അതാണ് ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ. പിന്നെന്തുണ്ട്? ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ. പിന്നെ ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസ് കുറേ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് പോകും. സോ ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കലോറിമെട്രിക്സ് എല്ലാം ഹീറ്റ് ലോസ് ഉണ്ടാകുന്നെങ്കിൽ ഹീറ്റ് ലോസ് ടു
കലോറിമീറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കലോറിമീറ്റർ മിക്കവാറും തരികയാണെങ്കിൽ അത് അക്കൗണ്ടിൽ എടുക്കണം, ഹീറ്റ് ലോസ് കലോറിമീറ്റർ. പിന്നെ ഉണ്ടാകുന്നത് അൺഅക്കൗണ്ടഡ് ലോസസ് ആണ്. അതായത് ഹീറ്റ് ലോസ്, കൺവെൻഷൻ, റേഡിയേഷൻ, അങ്ങനെ കുറേ അൺഅക്കൗണ്ടഡ് ലോസ് വരും. അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസസ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതും എല്ലാം കിലോ ജൂൾസ് പെർ അവറിലായിരിക്കും എഴുതേണ്ടത്. മിക്കവാറും നമ്മൾ IP കണ്ടുപിടിച്ച കിലോ വാട്ട്സിലൊക്കെയാണ്. അപ്പോൾ അത് കിലോ ജൂൾസ് പെർ അവറിലാക്കണം. ആ കിലോ വാട്ട്സ് എന്താണ്? കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആണ് കിലോ ജൂൾസ് പെർ അവറിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ യൂണിറ്റ്സും കിലോ ജൂൾസ് പെർ സെക്കൻഡിൽ എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അതിൻ്റെ വാല്യൂസ് എഴുതുക. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് എഴുതണം. പെർസെൻറ്റേജ് എഴുതുമ്പം IP ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട് എന്താണ്? MF ഇൻറ്റു CV ആണ്. ഹീറ്റ് സപ്ലൈഡ് ആണ്. ഹീറ്റ് സപ്ലൈഡ് ഇൻറ്റു 100 ഒരു വാല്യൂ കിട്ടും. അടുത്തത് ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ സിമിലർലി ഡിവൈഡ് ബൈ HS ഇൻറ്റു 100 എടുക്കുക. ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് 100 തന്നെ വരും. ഇതാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ചില കേസസിൽ മാത്രം നമുക്ക് BPയുടെ ടേംസ് എഴുതേണ്ടി വരും. അത് ക്വസ്റ്റനിൽ പറഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ IPക്ക് പകരം നമ്മൾ BPയും ഫ്രിക്ഷൻ ലോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റെഡ് ഓഫ് IP വി ഹാവ് ടു റൈറ്റ് 2 columns, അതായത് 2 rows, ദാറ്റ് ഈസ് ബ്രേക്ക് പവർ ആൻഡ് ഫ്രിക്ഷൻ ലോസ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ ഓരോ ടേംസും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓരോ ടേംസ്, അതായത് IP നമുക്കറിയാം, PM LA NK by 60,000 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ, ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ്, ഹീറ്റ് ലോസ് ടു കലോറിമീറ്റർ, അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ്. ഈ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, നോക്കാം. ഓക്കെ, ഇതാണൊരു സ്പെസിഫിക് ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഹീറ്റ് സപ്ലൈഡ് അതിൻ്റെ യൂണിറ്റ്സ് കിലോ ജൂൾസ് പെർ അവർ ആണ്. ഒരു ടൈമേ ഉള്ളൂ, സോ 100% ഉണ്ട്. നെക്സ്റ്റ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് യൂട്ടിലൈസ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്പെൻഡിച്ചർ. അവിടെ ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ടാവും. പിന്നെ ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ, ഹീറ്റ് ലോസ് ടു ഫ്ലൂ ഗ്യാസസ്, ഹീറ്റ് ലോസ് ടു കലോറിമീറ്റർ, അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഇപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറിന് പകരം ബ്രേക്ക് പവറാണ് വരുന്നതെങ്കിൽ ഹീറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെ പോർഷനിൽ ബ്രേക്ക് പവർ ഉണ്ടാവും, ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. ഇതാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റഡ് പവറിന് പകരം ബ്രേക്ക് പവറും ഫ്രിക്ഷൻ ലോസും കൂടെ എക്സ്ട്രാ വരും. ബാക്കിയെല്ലാം ഹീറ്റ് ലോസ് ടു ഫ്ലൂ ഗ്യാസസ്, ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ, ഹീറ്റ് ലോസ് ടു കലോറിമീറ്റർ, ഹീറ്റ് ലോസ് ടു അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസസ്, ഇതെല്ലാം വരും. അപ്പോൾ IPക്ക് പകരം എക്സ്ട്രാ 2 എണ്ണം വരും, ബ്രേക്ക് പവറും ഫ്രിക്ഷൻ ലോസും വരും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. സോ ഇതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എടുക്കാൻ നേരത്ത് 2 ടൈപ്പ് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്, ഹീറ്റ് ബാലൻസ് ഡയറക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ടേംസും ഒന്നേക്കും. രണ്ടാമത്തത് നമ്മൾ ആദ്യം പഠിച്ച പെർഫോമൻസ് പാരാമീറ്റേഴ്സും ഹീറ്റ് ബാലൻസ് ഷീറ്റും കൂടെ കമ്പൈൻ ചെയ്ത് തരും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു സിമ്പിൾ ഡയറക്റ്റ് പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം നോക്കിയാൽ മതി. ഡ്യൂറിംഗ് ദ ട്രയൽ ഓഫ് എ സിംഗിൾ സിലിണ്ടർ 4-cylinder oil engine, the following results were obtained. Cylinder diameter 20 cm, stroke 40 cm, mean effective pressure 6 bar, torque 407 Nm, speed 250 rpm, oil consumption 4 kg per hour, calorific value 43 megajoules per kilogram, cooling water flow rate 45 kilograms per minute, air used per kilogram of fuel is 30 kg, rise in cooling water temperature 45 degrees Celsius, temperature of exhaust gas 40 degrees Celsius, room temperature 20 degrees Celsius, mean specific heat of exhaust gas എന്ന് പറയുന്നത് 1 kilojoules per kilogram Kelvin. കണ്ടുപിടിക്കേണ്ടത് ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, പിന്നെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഹീറ്റ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റഡ് പവർ വെച്ച് തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻഡിക്കേറ്റഡ് പവറാണ്. ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമുക്കറിയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. PM LA NK by 60,000. അതിൽ PM എന്ന് പറയുന്നത് മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻ SI യൂണിറ്റ്സ് ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബോർ ആണ്. നമുക്ക് ഡയമീറ്റർ ഓഫ് ബോർ അറിയാമെങ്കിൽ π/4 d² ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ബോർ കിട്ടും. ഈ L × A ചില സമയങ്ങളിൽ പറയാറുണ്ട് വോളിയം എന്ന് പറയാറുണ്ട്. എഞ്ചിൻ്റെ പിസ്റ്റൺ ബോറിൻ്റെ വോളിയം എന്നും പറയാറുണ്ട്. ഇനി N എന്ന് പറഞ്ഞാൽ RPM-ലാണ്. 4 സ്ട്രോക്ക് ആണെങ്കിൽ നമ്മുടെ RPM / 2 ആണ് ചെയ്യേണ്ടത്. ഇനി K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ സിലിണ്ടറിന് K എന്ന് പറഞ്ഞാൽ 1 ആണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? RPM / 2 ആണ്, 4 സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട്. സോ ഇവിടെ കാണാം 250/2 ആണ്. K 1 ആണ്. π/4 d² will give you area and 40 cm in terms of meter will give you stroke length.
PM is 6 bar into 10⁵ will give you Newton per m square, and you will get IP as 15.71 kilowatts. I think it's clear for you. Okay. Then brake power 2 pi nt by 60,000 ആണ്, and we have 10.65 kilowatts. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹീറ്റ് യൂട്ടിലൈസ് അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റ് പവർ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ബ്രേക്ക് പവർ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അടുത്തത് ഇതിലുള്ള ബാക്കി ലോസസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ലോസ് ബൈ കൂളിംഗ് വാട്ടർ, അല്ലെങ്കിൽ ഈ കൂളൻ്റ് കാരണം ഉണ്ടാകുന്ന ലോസസ്, മിക്കവാറും കേസിൽ വാട്ടറാണ് തരാറുള്ളത്. വാട്ടറാണ് തരുന്നതെങ്കിൽ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തണുത്ത വെള്ളം വന്ന് എഞ്ചിനിൽ നിന്നുള്ള ചൂടെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പം തണുത്ത വെള്ളം എഞ്ചിനിൽ നിന്ന് ചൂടെടുക്കുമ്പം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നുമല്ല, mCp∆T ആണ്. where m is mass flow rate of water, Cp is specific heat capacity of water, ∆T is rise in temperature. So mass flow rate അറിയാം, specific heat capacity of water നമുക്കറിയാം 4.18 ആണ്. അതേപോലെ ∆T മോസ്റ്റ് പ്രോബ്ലി ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഹീറ്റ് വാട്ടർ എൻട്രി ചെയ്യുന്നതിൻ്റെയും വാട്ടർ ലീവ് ചെയ്യുന്നതിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ∆T കിട്ടും. സോ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ mCp∆T നമുക്ക് കിട്ടും. എങ്ങനെയാണ് ഹീറ്റ് ക്യാരിഡ് ബൈ കൂളിംഗ് വാട്ടർ അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ കിട്ടുന്നത്. നെക്സ്റ്റ്, ഹീറ്റ് ലോസ് ത്രൂ കലോറിമീറ്റർ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമിലർ ഫോമുല യൂസ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ മനസ്സിലാവും. അടുത്തത് അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസസ് ആണ്. അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് ഒരുപാട് റേഡിയേഷൻ ലോസ്, കൺവെൻഷൻ ലോസ്, അങ്ങനത്തെ ഒരുപാട് ലോസ് ഉണ്ടാവും. നമുക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ലോസസിൽ നിന്ന്, അതായത് ടോട്ടൽ ഹീറ്റ് സപ്ലൈയിൽ നിന്ന് ഈ ഉള്ള ലോസ് എല്ലാം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ലോസാണ് അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ത്രൂ എക്സോസ്റ്റ് ഗ്യാസസ് ആണ്. ഹീറ്റ് ലോസ് ത്രൂ എക്സോസ്റ്റ് ഗ്യാസ് കിട്ടണമെങ്കിൽ ആ ഫ്ലൂ ഗ്യാസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ആ ഫ്ലൂ ഗ്യാസ് അറിയണം. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂ ഗ്യാസ് എടുക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ പുറത്തോട്ട് പോകുന്ന ഫ്യൂവലിൻ്റെയും എയറിൻ്റെയും മിക്സ്ചറായിരിക്കും, ഫ്ലൂ ഗ്യാസിൻ്റെയും എയറിൻ്റെയും മിക്സ്ചറായിരിക്കും ഈ പുറത്തു പോകുന്ന ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത്, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതിൻ്റെ എടുക്കണം, ടെമ്പറേച്ചറൈസ് എടുക്കണം. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് ഇറങ്ങുന്ന ടെമ്പറേച്ചർ നമുക്ക് അറിയായിരിക്കും. പുറത്തെ ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചർ മിക്കവാറും കേസിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആംബിയൻ ടെമ്പറേച്ചറായിട്ടാണ് കമ്പൈൻ ചെയ്തത്. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ എടുത്താൽ മതി. സോ ഇങ്ങനെയാണ് ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോമ്പിനേഷൻ, അതായത് ഈ സംഭവങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ആയി സിമ്പിളാണ്. ഈ ഹീറ്റ് ലോസ് മിക്കവാറും ഉള്ള കേസിലെല്ലാം mCp∆T എടുത്താൽ മതി. mCp∆T ആണ് എടുക്കേണ്ടത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഫർദർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കണം. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂവൽ കമ്പസ്റ്റനിൽ നിന്ന് കിട്ടുന്ന എനർജി ഫ്രം ഫ്യൂവൽ കമ്പസ്റ്റനാണ് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്. അതെന്താണ്? mF/CV. ഈ mF/CV ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ യൂണിറ്റ്സും കിലോ ജൂൾസ് പെർ അവറിലാണെന്ന് ശ്രദ്ധിച്ചോളണം. mFൻ്റെ യൂണിറ്റും CV-യുടെ യൂണിറ്റും നോക്കണം. ചില കേസിൽ വോളിയം ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ CV എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിലോ ജൂൾസ് പെർ അവർ കിട്ടുമെന്ന് നോക്കിയാൽ മതി. സോ ഫസ്റ്റ് കേസിൽ മാസ് ഫ്ലോ റേറ്റും CV-യും നോക്കണം. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ സി ഇവിടെ ഓയിൽ എഞ്ചിനാണ്. അപ്പോൾ ഓയിൽ കൺസംഷൻ എത്രയാണ്? 4 കിലോഗ്രാം പെർ അവറാണ്. ഇനി അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്താണ്? 43 മെഗാജൂൾസ് പെർ കിലോഗ്രാം ആണ്. സോ കുഴപ്പമില്ല, ഇത് കിലോഗ്രാം പെർ അവറും ഇത് മെഗാജൂൾസ് പെർ കിലോഗ്രാമാണ്. അപ്പോൾ കിലോ ജൂൾസ് പെർ അവറിലാക്കാൻ വേണ്ടി ഇതിന് കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാക്കി ഇൻറ്റു 1000 ചെയ്തു. മെഗാജൂൾസിനെ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ കിലോ ജൂൾസ് ആവും. സോ ഇത് 4 കിലോഗ്രാം പെർ അവറിലുമാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 172 × 10⁻³ കിലോ ജൂൾസ് പെർ അവർ കിട്ടും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് വേണ്ടിയുള്ള സാധനം ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇൻഡിക്കേറ്റഡ് പവർ നമുക്ക് കണ്ടുപിടിച്ചാണ് 15.71 കിലോ വാട്ട്സ് ആണ്. ശ്രദ്ധിക്കണം, കിലോ വാട്ട്സ് ആണ്. കിലോ വാട്ട്സ് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾസ് പെർ സെക്കൻഡിനാണ് കിലോ വാട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം കിലോ ജൂൾസ് പെർ അവറിലായതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിന് ഇൻറ്റു 60 ചെയ്യുമ്പോൾ കിലോ ജൂൾസ് പെർ മിനിറ്റ്സ് ആവും, ഇൻറ്റു 60 ചെയ്യുമ്പോൾ കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആവും. സോ 60 × 60 3600 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56.556 × 10⁻³ കിലോ ജൂൾസ് പെർ അവർ ആവും. ഓക്കെ, ഇനി ഹീറ്റ് യൂട്ടിലൈസ്ഡ് ബൈ കൂളിംഗ് വാട്ടർ. ഹീറ്റ് യൂട്ടിലൈസ്ഡ് ബൈ കൂളിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? mCp∆T ആണ്. അതായത് എന്തുമാത്രം വാട്ടർ ആ എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടി വരുന്നു,
ഇൻറ്റു അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു എന്തുമാത്രം ഹീറ്റ് എടുത്ത് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കുന്നു, ഡെൽറ്റ ടി. അതാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 4.2 കിലോഗ്രാംസ് പെർ സെക്കൻഡാണ് കൂളിംഗ് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. 45 കിലോഗ്രാംസ് പെർ മിനിറ്റ് ആണ്. 45 കിലോഗ്രാംസ് പെർ മിനിറ്റ് ആണ് കൂളിംഗ് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ്. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4.187 ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ 45 ആണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 45 കിലോഗ്രാംസ് പെർ മിനിറ്റ് ആണ്. സോ 45 കിലോഗ്രാംസ് പെർ മിനിറ്റിനെ 45 കിലോഗ്രാംസ് പെർ അവർ ആക്കാൻ വേണ്ടിയാണ് ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് 4.5 ആണ്. ക്വസ്റ്റ്യനിൽ 45 അല്ല, 4.5 ആണ്. അപ്പോൾ 4.5 കിലോഗ്രാംസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ അതിന് കിലോഗ്രാംസ് പെർ അവർ ആക്കാൻ വേണ്ടി ഇൻറ്റു 60 ചെയ്തു. 4.187 സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. 45 എന്ന് പറഞ്ഞാൽ റൈസ് ഇൻ ടെമ്പറേച്ചറാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ കിട്ടി. നെക്സ്റ്റ് ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ്. ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി, MCP ഡെൽറ്റ ടി തന്നെയാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നമുള്ളത്, ഇതെന്ന് പറയുന്നത് എയറും ഫ്യൂവലും കമ്പൈൻഡ് ആയിട്ടുള്ള മാസാണ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറും മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവലും വേണം. അതിനായിട്ട് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എം എന്ന് പറയുന്നത് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും കോമ്പിനേഷനാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എയർ യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ 30 ആണ്. 30 കിലോഗ്രാം ഫ്യൂവലിന് 1 കിലോഗ്രാം എയർ യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം, അതായത് എയർ ടു ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് 30:1 ആണ്. അപ്പോൾ നമുക്കറിയാം ഫ്യൂവലിൻ്റെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് നമുക്കറിയാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫ്യൂവൽ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാം പെർ അവർ ആണ്. അപ്പോൾ 4 കിലോഗ്രാം പെർ അവർ ഫ്യൂവലിന് എത്ര എയർ വേണം? 30 × 4 120 കിലോഗ്രാംസ് എയർ വേണം. അപ്പോൾ ടോട്ടൽ 1 മണിക്കൂർ എന്തുമാത്രം എയറും ഫ്യൂവലും വേണം? 120 + 4 124. നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടിയില്ലേ? 124. CP ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി നമുക്കറിയാം 420 ആണ് എയറിൻ്റെ ഇതും, പുറത്ത് ആംബിയൻ ടെമ്പറേച്ചർ 20 ആണ്. അപ്പോൾ 420 - 20 ആണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ് കിട്ടുമല്ലോ. സിമിലർലി ഹീറ്റ് ലോസ് ടു കലോറിമീറ്റർ, അത് ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഹീറ്റ് ലോസ് ടു കലോറിമീറ്റർ 0 ആണ്. ഇനി അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് വേറെ ഒന്നുമല്ല, നമുക്ക് ടോട്ടൽ ഹീറ്റ് സപ്ലൈഡ് നമുക്കറിയാം എത്രയാണ്? 172 ആണ്. 172 × 10³ kJ/h ആണ്. സോ അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തുമാത്രം ഹീറ്റ് യൂട്ടിലൈസ് ചെയ്തു? ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ യൂട്ടിലൈസ് ചെയ്തു, കൂളിംഗ് വാട്ടറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു, എക്സോസ്റ്റ് ഗ്യാസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു, കലോറിമീറ്ററിന് വേണ്ടി 0 ആണ്. ഇതെല്ലാം പോയിട്ട് ബാക്കിയുള്ള അതാണ് 14.972 × 10³ kJ/h. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളെടുത്ത് ഒരു ക്രെഡിറ്റ് ഡെബിറ്റ് ഷീറ്റിൽ എഴുതുകയാണ്. ക്രെഡിറ്റ് ഷീറ്റിനകത്ത് ഹീറ്റ് സപ്ലൈഡ് ഉണ്ട്, അതിൻ്റെ വാല്യൂ എഴുതുക. ഒരു ടേമേ ഉള്ളൂ, ഇപ്പോൾ 100% ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഡെബിറ്റ് ഷീറ്റ്. ഹിയർ ഹീറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് ദെയർ. ഹീറ്റ് ടേക്കൺ ഫോർ ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ട്, എഴുതുക. അതിൻ്റെ പെർസെൻറ്റേജ് എഴുതാൻ എന്ത് ചെയ്യണം? ഹീറ്റ് ഇൻഡിക്കേറ്റഡ് പവർ അല്ല, ഹീറ്റ് ക്ലോസ് ടു ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ്, ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് 172 ആണ് ഇൻറ്റു 100, അപ്പോൾ 32.9%. ഇനി സിമിലർലി ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ എടുത്ത് എഴുതുക, അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ അൺഅക്കൗണ്ടഡ് ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഈ ഹീറ്റ് സപ്ലൈഡ് നിന്ന് ബാക്കിയെല്ലാം കുറച്ചുള്ളതാണ്. സോ എങ്ങനെ നോക്കിയാലും ഇതും സെയിം ആയിരിക്കും, ഈ ടോട്ടൽ പെർസെൻറ്റേജും സെയിം ആയിരിക്കും. സോ ഇതാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, വേറെ ഒന്നുമില്ല. സ്റ്റുഡൻസ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലമാണ്. അതിനകത്ത് പെർഫോമൻസിൻ്റെ പാരാമീറ്റേഴ്സും ഹീറ്റ് ബാലൻസ് ഷീറ്റും എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞൊരു പ്രോബ്ലംസാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിനകത്ത് സംഭവം ചെയ്യാനുള്ള എല്ലാ കാര്യവും സിമ്പിളാണ്, എളുപ്പമാണ്. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, PDF ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ ഇൻഡിക്കേറ്റഡ് പവർ ഉണ്ടിരിക്കുന്നതൊക്കെ സെയിം തന്നെയാണ്, ബ്രേക്ക് പവർ ഉണ്ടിരിക്കുന്നത് സെയിം തന്നെയാണ്. ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി അത് നമുക്കറിയാം, ഇൻഡിക്കേറ്റഡ് പവർ ബൈ MF × CV ആണ്, അത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഡിക്കേറ്റഡ് പവർ ബൈ MF × CV കണ്ടുപിടിക്കണം. ഈ MF × CV കണ്ടുപിടിക്കാൻ നേരത്തൊരു പ്രശ്നമുണ്ട്. സോ ഇവിടെ CV-യുടെ യൂണിറ്റ് ശ്രദ്ധിക്കണം. CV-യുടെ യൂണിറ്റ് kJ/m³. സാധാരണഗതിയിൽ kJ/kg എന്നൊക്കെയാണ് CV-യുടെ യൂണിറ്റ് വരുന്നത്. അതാണ് ഫസ്റ്റ് പ്രോബ്ലം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഹീറ്റ് സപ്ലൈ എടുക്കുമ്പോൾ MF × CV എടുക്കുന്നത് എപ്പോഴും
മാസ് ഫ്ലോ റേറ്റ് കിലോഗ്രാംസ് പെർ അവറും കിലോ ജൂൾസ് പെർ കിലോഗ്രാം സി വിയും തരുമ്പോഴാണ് നമ്മൾ MFൻ്റെ സി വി എടുക്കുന്നത്. ഇവിടെ കിലോ ജൂൾസ് പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ കിലോ ജൂൾസ് പെർ മീറ്റർ ക്യൂബാണ്. സോ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എന്തായിരിക്കണം? മീറ്റർ ക്യൂബ് പെർ അവറോ സെക്കൻഡോ ആയിരിക്കണം. എന്നാലേ നമുക്ക് ഇൻ ഇഫക്റ്റ് ഹീറ്റ് സപ്ലൈഡ് കിലോ ജൂൾസ് പെർ അവർ കിട്ടത്തുള്ളൂ. സോ മീറ്റർ ക്യൂബ് പെർ അവർ എന്ന് എന്താണ്? വോളിയം ഫ്ലോ റേറ്റ് ആണ്. സോ ഈ കേസിൽ വോളിയം ഫ്ലോ റേറ്റ് അവൈലബിളും അല്ല. പക്ഷേ നമുക്കൊരു ഹിൻ്റ് ഉണ്ട്. അതായത് 771 പ്രഷറും വോളിയം 13 ഉള്ളപ്പോൾ ടെമ്പറേച്ചർ 288 അല്ലെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പ്രോസസ് നടക്കുമ്പോൾ ഉള്ള NTP കണ്ടീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. NTP എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിനാണ്. അടുത്ത പ്രഷർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത് 1.013 ബാറുമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ അറിയാമെങ്കിൽ നമ്മുടെ ഐഡിയൽ ഇക്വേഷൻ P1V1/T1 = P2V2/T2 വെച്ച് നമുക്ക് ഇവിടുത്തെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ആ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് 12.5 മീറ്റർ ക്യൂബ് പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ 12.5 മീറ്റർ ക്യൂബ് പെർ അവർ ആണ് നമ്മുടെ വോളിയം ഫ്ലോ റേറ്റ്. ഈ വോളിയം ഫ്ലോ റേറ്റ് ഇൻറ്റു ഈ കലോറിഫിക് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് സപ്ലൈഡ് കിട്ടും. MF/CV കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈ കണ്ടുപിടിക്കാൻ ഈ സെയിം ഇക്വേഷൻ തന്നെ മതിയാവും. ഇനി റിലേറ്റീവ് എഫിഷ്യൻസി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്. റിലേറ്റീവ് എഫിഷ്യൻസി നമുക്ക് ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസിൽ എഴുതാം, ബ്രേക്ക് പവറിൻ്റെ ടേംസിൽ എഴുതാം. സോ റിലേറ്റീവ് എഫിഷ്യൻസി ജനറലി പറഞ്ഞാൽ നിങ്ങൾ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ടേംസിൽ എഴുതിയാൽ മതി. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ബൈ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ്. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 13.743 ആണ്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്താണ്? എന്ത് സൈക്കിളാണെന്ന് നോക്കണം. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനാണ്, ഓട്ടോ സൈക്കിളാണ്. അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളാണ്. സോ ഓട്ടോ സൈക്കിളിൻ്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി 1 - 1/R⁻Γ-1. R എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. ഗാമ എന്ന് പറഞ്ഞാൽ 1.4 ആണ് എയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. CP/CVയുടെ വാല്യൂ ആണ് ഗാമ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ R എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. കംപ്രഷൻ റേഷ്യോ എന്തെങ്കിലും എന്ത് ചെയ്യണം? ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയമാണ്. ഒരു സിലിണ്ടറിനെ സംബന്ധിക്കുമ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇതിപ്പോൾ BDC ബോട്ടം ഡെഡ് സെൻറ്റർ ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ക്ലിയറൻസ് വോളിയം. ഇവിടം വരെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ സ്ട്രോക്ക് വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയമാണ്. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയമാണ്. ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് സ്ട്രോക്കിൻ്റെ ലെങ്തും ബോർഡ് ഡയമീറ്ററും അറിയാം. അപ്പോൾ സ്ട്രോക്ക് വോളിയം കിട്ടും. സോ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയത്തിൻ്റെ വാല്യൂ കിട്ടും. 6.515 എന്ന് കിട്ടും. 6.515 റേസ് ടു 1.4 - 1 ആണ്. 1.4 - 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26.06% ആണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ആ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 26.06% കിട്ടും. അതാണ് റിലേറ്റീവ് എഫിഷ്യൻസി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് പഠിപ്പാണെങ്കിൽ ഹീറ്റ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കാം. ഹീറ്റ് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹീറ്റ് സപ്ലൈഡ് ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഹീറ്റ് സപ്ലൈഡ് നമുക്കറിയാം MF/CV ആണ്. പക്ഷേ ഈ കേസിൽ CV എന്ന് പറഞ്ഞാൽ കിലോ ജൂൾസ് പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ VF/CV കണ്ടുപിടിക്കണം. സോ 618.81 × 10³ കിലോ ജൂൾസ് പെർ അവർ ആണ്. ബാക്കി ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ 23.6 കിലോ വാട്ട്സ് ആയിരുന്നു. നമ്മളതിനെ കിലോ ജൂൾസ് പെർ അവറിലാക്കാൻ വേണ്ടി 3600 മൾട്ടിപ്ലൈ ചെയ്തു. സോ 85.0428 × 10³ കിലോ ജൂൾസ് പെർ അവർ കിട്ടി. ഹീറ്റ് ലോസ് ടു കൂളിംഗ് വാട്ടർ MCP∆T ഇവിടെ കിട്ടി. നേരത്തെ സെയിം തന്നെയാണ്. ഇനി ഹീറ്റ് ലോസ് ടു എക്സോസ്റ്റ് ഗ്യാസ് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 10% ഓഫ് ഹീറ്റ് സപ്ലൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് 618.81 ആണ്. സോ 10% ഓഫ് ഹീറ്റ് സപ്ലൈഡ് 61.8 × 10³ ഇനി കലോറിമെട്രിക് ലോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MCP∆T വെച്ച് കലോറിമെട്രിക് ലോസ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 × 10³ ആണ്. അൺഅക്കൗണ്ടഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് നിന്ന് ബാക്കി എല്ലാ ലോസും കുറയ്ക്കുമ്പോൾ അൺഅക്കൗണ്ടഡ് ലോസ് കിട്ടും. സിമിലർലി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ കോൾ മീ പേഴ്സണലി. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.